നമ്മൾ ചിലപ്പോൾ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളിൽ ചില രുചികൾ നമുക്ക് മറക്കാനേ പറ്റില്ല. ചെറുപ്പത്തിൽ കഴിച്ചതാവട്ടെ, വലുതായപ്പോൾ കഴിച്ചതാവട്ടെ, ചില രുചികൾ അങ്ങനെയാണ്. അതുപോലെ രുചി മറക്കാനാവാത്ത ഒരു പലഹാരമാണ് കേട്ടോ ദാ ഈ കാണുന്നത് തെരളിയപ്പം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക? ഈ വഴണയിലയിൽ ഇങ്ങനെ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നതിന്. എല്ലാ പ്രാവശ്യവും നാട്ടിൽ നിന്ന് വരുമ്പോൾ മുടങ്ങാതെ ഞാൻ കൊണ്ടുവരുന്ന ഒരു പലഹാരമാണിത്. ഓൺ ദ വേ എയർപോർട്ടിലൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് അമ്മ ഇതുണ്ടാക്കി തരാറുണ്ട്. കാരണം ഇതിന് ചെറിയൊരു മധുരവും മാത്രമല്ല ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് തന്നെ വയറിനൊരു ബുദ്ധിമുട്ടുണ്ടാവുകയുമില്ല. അപ്പം ഞാൻ കരുതി അമ്മ ഇപ്രാവശ്യം തെരളി ഉണ്ടാക്കുന്നത് നിങ്ങളെ കൂടി കാണിക്കാം, അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ദേ അമ്മ ആദ്യം ചെയ്തത് ഗോതമ്പ് പൊടി വറക്കുകയാണ് കേട്ടോ. 3 കപ്പ് ഗോതമ്പ് പൊടിയുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനിയാക്കി എടുക്കാം. ഞങ്ങളൊരു 2 ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടുപ്പിൽ വെച്ച് പാനിയാക്കി എടുക്കാം. ശർക്കര ഒന്ന് അലിഞ്ഞു വന്നാൽ മതിയാകും. ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് തേങ്ങാപ്പീരയാണ്. 1.5 കപ്പ് തേങ്ങാ ചിരകിയതാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അധികം ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിനെക്കാട്ടിലും നല്ലത് നല്ല ഫ്രഷ് തേങ്ങാപ്പീര തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് പാളയംകോടൻ പഴമാണ്. അപ്പം ഞങ്ങളിതാ ഒരു 6 പാളയംകോടൻ പഴം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അതിൻ്റെ ചൂട് കളഞ്ഞതിന് ശേഷം ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു മണത്തിനും ഫ്ലേവറിനും ഒക്കെ ആയിട്ട് ഒരു 2-3 ഏലക്കയുടെ കുരു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. തെരളി ഉണ്ടാക്കാനുള്ള പഴത്തിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പീരയിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള പഴവും ശർക്കരയും കൂടെ ഉള്ള കൂട്ട് ചേർത്ത് നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് ബലമൊക്കെ കൊടുത്ത് കുഴക്കാട്ടോ. നല്ല വൃത്തിയായിട്ട് ഇതാ ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടെയും നല്ലതുപോലെ യോജിക്കുന്ന വിധത്തിൽ ഒന്നും കൂടിയും കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെരളി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മെയിൻ സംഭവം എന്ന് പറയുന്നത് ദേ ഇതുപോലെ വയണയിലയാണ്. തെരളിയില, വയണയില എന്നൊക്കെ പറയും. നിങ്ങളെന്താ പറയുക ഇതിന്? നാട്ടിലൊക്കെ മിക്ക വീട്ടുകളിലും കാണുന്ന ഒരു മരമാണ് ഇതിൻ്റെത്. അപ്പോൾ ദേ ഇതിൻ്റെ ഇല നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് അതിലേക്ക് മാവ് ദേ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു തെരളിയില കൊണ്ട് നമുക്ക് 2 അപ്പം കിട്ടും. പണ്ട് മുതലേ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ വയണയപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ മിക്കവരും ഇത് കുമ്പിളപ്പമായിട്ട്, അതായത് കുമ്പിളിൻ്റെ ഷേപ്പിൽ ഇല ആക്കിയിട്ട് അതിനകത്തേക്ക് ഈ മാവ് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഇതെന്തോ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നി കേട്ടോ. ഇപ്പോൾ ഇതേ മാവെല്ലാം ഇതുപോലെ വയണയിലയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് ദാ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വയണയപ്പം വെച്ച് അടച്ചു വെച്ച് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വയണയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കൂടുതലും തെരളിയപ്പം എന്നാണ് കേട്ടോ പറയാറ്. യാത്രയൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഈ തെരളിയപ്പം. ഉണ്ടാക്കാനും എളുപ്പമാണ്, ഹെൽത്തിയുമാണ്. അനാവശ്യമായ എണ്ണയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും ഒരു അടിപൊളി ഈവനിങ് സ്നാക്കുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.